ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊല്ലത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, 4 ട്രിപ്പ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നടന്ന് ഒരു ചെറിയൊരു മുടുക്കിറങ്ങണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചെറിയതായിട്ടൊരു മുടുക്കിറങ്ങിയാൽ ഞങ്ങൾക്ക് മെയിൻ റോഡിലോട്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ മുടുക്കൊക്കെ ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ വന്ന് ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്, എനിക്ക് ചെറുതായിട്ടൊന്ന് മൂക്കടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ സൗണ്ട് മാറിയിരിക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്കും അമ്മൂമ്മ അവർക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിക്കണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം അമ്മൂമ്മ വിചാരിച്ചു അതും കൂടെ മേടിക്കാമെന്ന്. ഇപ്പം ഞാൻ കാണിച്ചത് ഇതെൻ്റെ സാധനമാണ് കേട്ടോ, ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് ഒരെണ്ണം അങ്ങ് മേടിച്ചു. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് സ്നാക്സും മേടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അമ്മൂമ്മയുടെ കടയിൽ പോയിട്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവേണ്ടത് കേട്ടോ. നമ്മൾ ട്രെയിനിലാണേ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്മൂമ്മയുടെ കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വന്നു. എന്നിട്ട് അപ്പുറത്തിറങ്ങി ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനൊക്കെ കയറി ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സീറ്റൊക്കെ കിട്ടിയിട്ട് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കാൻ കേട്ടോ. കറക്റ്റ് ഞങ്ങൾ 6:30 ഞങ്ങളവിടെ 6:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 6:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എത്തി. പിന്നെ അവിടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും മെയിൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താണ് ആവശ്യമെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. ഗൈസ്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ലിഫ്റ്റ് കയറിയാൽ മാത്രമേ മേളിൽ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി മേളിലൊക്കെ എത്തിയിട്ട് അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിൽ വന്ന് പിന്നെ അവിടെ ആണെങ്കിൽ കുറേ ചെടികളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. കുറേ ചെടികൾ നിൽപ്പുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. കരിയാപ്പില സഹിതം അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിച്ചതേ ഉള്ളൂ. പിന്നെ എന്തുവാ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് എടുത്ത ഒരു വീഡിയോ ആയിരുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാനേ ഇതായി നിൽക്കുമായിരുന്നു കേട്ടോ. ഒരു വെപ്രാളമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ബിങ്കോ മേടിച്ച് കഴിച്ചു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത ട്രെയിൻ കയറിയിട്ട് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്ത് എത്തണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം കേട്ടോ. ഇതിൻ്റെ അടുത്തൊരു ബ്ലോഗ് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കണേ.